പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്നേഹിതരെ, ഒരു കുട്ടി ജനിച്ച കുട്ടി കരഞ്ഞില്ല എന്നതൊരു കുറ്റമായിട്ട് അവർ കാണുന്നു. കാരണം ജനിക്കുമ്പോഴേ കുട്ടികൾ കരയണം. അതിന് ഈ കുട്ടിയുടെ വയറ് ഭാഗത്ത് രണ്ട് സൈഡിലും മാറി മാറി ഒരു തട്ടി ഉണർത്താൻ നോക്കും. അതിന് സാധിക്കാത്ത കുട്ടികളെ ചിലപ്പോൾ കാലുകൾ മാത്രം ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ആട്ടും. അപ്പോൾ കുട്ടി ശ്വസിക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. അങ്ങനെ കരയുന്ന ഒരു കുട്ടിയുടെ ഓരോ അനുഭവവും ഓർത്തുകൊണ്ട് കവി നോക്കി പറയുകയാണ്, കരയുവാൻ വേണ്ടിയാണല്ലേ പിറവി കുഞ്ഞെ ഭൂമിയിൽ, നിനക്കും അറിയാം കഥ. കരയുവാൻ വേണ്ടിയാണല്ലേ കുഞ്ഞെ പിറവി ഭൂമിയിൽ, നിനക്കും അറിയാം കഥ. ഒരു പ്രധാനപ്പെട്ട സന്ദേശം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാനത് സ്വീകരിക്കുമ്പോൾ 4ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ കവിതയാണ് എൻ്റെ വിദ്യാലയം. എൻ്റെ വിദ്യാലയം എന്ന കവിതയുടെ യഥാർത്ഥ പേര് വീണ എന്നായിരുന്നു. വീണ എന്ന കവിതയുടെ ഒരു ഭാഗം മാത്രം ഭിന്നിച്ചെടുത്ത് അത് ക്ലാസ്സിലെ കുട്ടികൾക്ക് എൻ്റെ വിദ്യാലയം എന്ന പേരിട്ടിട്ട് ഒരു ചെറിയ കവിതയാക്കിയിരിക്കുകയാണ്. തിങ്കളും താരങ്ങളും തൂവെള്ളർ കതിർ ചിഹ്നും തുങ്കമാവും വാണിൻ്റോട്ടിലാണ് എൻ്റെ വിദ്യാലയം. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ പ്രകാശം പരത്തുന്ന തുങ്കമാം ഉയർന്ന വാനിൻചോട്ടിലാണ്, ഈ ആകാശത്തിൻ്റെ കീഴിലാണ് എൻ്റെ പള്ളിക്കൂടം, എൻ്റെ സ്കൂൾ. അതാണ്. ഒന്നാമത്തെ പീരീഡ് ഒരു സാറ് വന്നു. ആ സാറിൻ്റെ പേര് ആകാശം. ആകാശം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു സ്വന്തം അനുഭവകഥ. ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞീടിന വാനം ഇന്നതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു. ഇന്നലെ ആകാശത്താകെ കാർമേഘങ്ങളായിരുന്നു. കാർമേഘങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തണുത്ത് മഴയായി പെയ്തു. അപ്പോൾ ഇന്നലെ കണ്ണീർ വാർത്ത് കരയായിരുന്നു പ്രകൃതി. ഇന്ന് മഴയില്ല, പ്രകാശപൂരിതമാണ്. കവിതയുടെ ആദ്യ ഭാഗം വീണ്ടും ആവർത്തിക്കുന്നു. തിങ്കളും താരങ്ങളും തൂവെള്ളക്കതിറ്റിനും തുങ്കമാം വാനിൻചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. രണ്ടാമത്തെ പീരീഡ് വന്ന ടീച്ചറുടെ പേര് പനിനീർപ്പൂവ് എന്നാണ്. പനിനീർപ്പൂവ് പറഞ്ഞു, മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട്, ആ ചെറുപ്പൂന്തോപ്പിൽ പനിനീരുരയ്ക്കുന്നു. ആ ചെറിയ പൂന്തോട്ടത്തിലെ പനിനീര് പറയുകയാണ്, മുള്ളുകൾ നിറഞ്ഞ തണ്ടിൻ്റെ തുഞ്ചത്ത്, കൊച്ചു കൊച്ചു മുള്ളുകൾ ഉള്ള ഇലകളുടെ മുകളിൽ അറ്റത്ത് ഒരു മൃദുവായ സുഗന്ധമുള്ള റോസപ്പൂ വിരിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അവസാനത്തിൽ കവി കൊണ്ടുവരുന്നൊരാശയം, പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ, പാരീതിയിലെല്ലാം എന്നെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനഃപ്പാഠമാക്കേണ്ട ഗുണപാഠം ഉടനെ ചേർക്കുന്നു. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ പ്രത്യേകിച്ചും പുട്ട് എന്ന ഒരു പലഹാരം ഉണ്ടാക്കും. അതിൻ്റെ ജോഡിയായിട്ട് വരുന്നത് കടലയാണ്, പുട്ടും കടലയും. ആ പുട്ടുണ്ടാക്കുന്നതിന് ഒരു അലുമിനിയം കുമ്പം അടുപ്പത്ത് വയ്ക്കും. പിന്നെ അതിന് ഒരു കുഴലെടുക്കും, അതിനകത്തൊരു തട്ടിടും. തട്ടിലിട്ടിട്ട് നനച്ച പൊടി ഒരു ഭാഗത്ത് തേങ്ങ ചിരകി വെച്ചത്, എന്നിട്ട് ആദ്യം തേങ്ങ ചിരകി വെച്ചത് അതിലേക്ക് ഇടുന്നു. കാരണം ആ തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പൊടി കോരി ഇടുന്നു, പിന്നെയും തേങ്ങപ്പീര ഇടുന്നു, പിന്നെയും പൊടി കോരിയിടുന്നു, പിന്നെ തേങ്ങ ചിരകിയത് ഇടുന്നു, പൊടി പിന്നെ ചേർക്കുന്നു. ഇത് അടുപ്പിട്ട് വെച്ച് ആവി വരുമ്പോൾ ഇങ്ങനെ കുത്തിയാൽ നല്ല ആവി പറക്കുന്ന പുട്ട് നമ്മുടെ
പ്രഭാത മേശകളിൽ വിരിയും. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമായതുപോലെ ഇതാ തേങ്ങ ചെറിയത് പ്ലസ് പൊടി പ്ലസ് തേങ്ങ ചെറിയത് പ്ലസ് പൊടി ഇട്ടത് പ്ലസ് അവസാനം സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖവും ദുഃഖവും ഇടകലർന്നു വരുന്നതാണ് ജീവിതം. ഇന്ന് ധ്യാന വിഷയമാക്കുന്ന സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വിഷയം മർക്കോസുകാരുടെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് നൽകുന്നത് യേശു രൂപാന്തരപ്പെടുന്നു. ആ രൂപാന്തരീകരണ ഭാവം യേശുവിന് വന്നു കഴിഞ്ഞു. തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, പിന്നീട് 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരെ മാത്രം അടുത്തേക്ക് വിളിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ യേശുവിൻ്റെ മുഖഭാവം മാറി. സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖം, ഭൂമിയിലെ ഒരു അളക്കുകാരിക്കും വെളുപ്പിക്കാനാകാത്ത വിധം വെണ്മയാർന്ന വസ്ത്രങ്ങൾ. അങ്ങനെയുള്ള ദൈവികമായ ആ അനുഭവത്തിൽ പത്രോസും യാക്കോബും യോഹന്നാനും കൂടുന്ന സമൂഹത്തിൽ പത്രോസ് തല ഉയർത്തി പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്ക്. ഏലിയ, ശ്രീവ, മോശ കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന്. ഒരു പുതിയ കാലം പിറന്നു. അതിൽ ശ്രീവ അതിൻ്റെ നടുവിൽ വെച്ചിരിക്കുന്നു. ഇപ്പുറത്തെ ഏലിയ, അപ്പുറത്തെ മോസസ്. ഈ പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ് ഈ രൂപാന്തരീകരണ വേള. അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ ശിഷ്യന്മാർക്കുള്ള കൂടാരം എവിടെയാണ്? ശിഷ്യന്മാർക്കൊരു കൂടാരം വേണ്ടേ? പത്രോസിന് വ്യക്തമായ ഉത്തരവുണ്ട്. അങ്ങയുടെ അനുഭവം ഞങ്ങളുടേത്, അങ്ങ് വസിക്കുന്നിടം ഞങ്ങൾ വസിക്കുന്നിടം, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തെ സ്വീകരിക്കാനുള്ള ശക്തി അങ്ങ് തന്നെ പ്രദാനം ചെയ്യണമേ. ഇതിൻ്റെ അവസാനത്തിൽ ഗുണപാഠമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നാം ഇറങ്ങി പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന പ്രധാനപ്പെട്ട ഒരാശയം സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് മുഖവരിയോടെ പറഞ്ഞു വച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വരം കേട്ട് ഒരു വലിയ മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അത് മേഘത്തിൽ നിന്ന് സ്വരം പുറപ്പെട്ടു, ഇവനെൻ്റെ പിന്നെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ആ പിതാവിൻ്റെ സാക്ഷ്യമാണ്. പ്രഭവുണ്ട യേശുവിൻ്റെ ആ മുഖഭാവം കണ്ടിട്ടാണ്, ആ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളുടെ പ്രകാശ ധോരണി കണ്ടിട്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത്. എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത വിധത്തിലുള്ള അത്ഭുത അനുഭവത്തിലായിരുന്നു ഈ 3 ശിഷ്യന്മാരും യേശു. അത് കഴിഞ്ഞ് പോരുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഈ സംഭവം നിങ്ങളിപ്പോൾ ആരോടും പറയരുത്. പിന്നീട് അവർ മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്ന സമയമാണ് യേശുവിൻ്റെ സഹനം, പിന്നെ മരണം. അത് കഴിഞ്ഞ് മഹത്വപൂർണമായ ഉത്ഥാനം. അവിടെയാണ് യേശു വാക്ക് നിറവേറ്റുന്നത്. മനുഷ്യപുത്രൻ വിധിക്കപ്പെടും, മനുഷ്യപുത്രൻ വധിക്കപ്പെടും, 3-ാം ദിവസം മനുഷ്യപുത്രൻ ഉയർപ്പിക്കപ്പെടും. അത് സംഭവിച്ചു. യേശു മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. 3-ാം ദിവസം കല്ലറയിൽ നിന്ന് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിൻ്റെ പക്കൽ യേശുവിൻ്റെ അതേ അനുഭവം ഉണ്ടാക്കാൻ തക്ക വിധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസ്. വേറെ 2 അവസരങ്ങളും ഇതും അടക്കം 3 സ്ഥലങ്ങളിൽ ഈ ശിഷ്യന്മാരെ 3 പേരെയും, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന 3 പേരെ യേശു പ്രത്യേകം സ്നേഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിലൊന്നിത്. മറ്റൊന്ന്, ഇതിന് താബോർ മലയിലെ രൂപാന്തരീകരണം എന്നൊരു വായന നമ്മുടെ പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം സുവിശേഷങ്ങളിൽ ഒരിടത്തും
താബോർ മലയിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നില്ല. പക്ഷേ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ചാണ് താബോർ മലയിലെ രൂപാന്തരീകരണം എന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് യേശു പഠിപ്പിക്കുന്നത് സഹനം ഉണ്ടാവും, സംശയമില്ല. പിന്നെ മരണം ഉണ്ടാകും, സംശയമില്ല. പിന്നെ ഉയർപ്പുണ്ടാകും, അത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. ഇത് മനസ്സിലാക്കുന്ന ഒരു മലയാളി, അതൊരു കവിതയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത വീട്ടുകാരൻ. വല്ലപ്പോഴൊക്കെ കയറി വരുന്ന ഒരാളാണ് ഈ വിരുന്നുകാരനായിട്ട് വരുന്ന വ്യക്തി. വല്ലപ്പോഴും ഒരിക്കൽ വരുന്നു, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്ന നിലയിൽ സ്നേഹബന്ധങ്ങൾ പുതുക്കി പോകുന്നു. അതാണ് വിരുന്നുകാരൻ. അസുഖമാണ് അത്, നൈമിഷികമായി മാത്രം. പിന്നെയോ പിരിയാത്ത വീട്ടുകാരനായി എപ്പോഴും കൂടെയുള്ളത് ദുഃഖമാണ്. മനുഷ്യൻ്റെ സ്ഥായി ഭാവം, സ്ഥിരമായി നമ്മുടെ ഭാവം ഏതാണെന്നുള്ളതിന് പഠനങ്ങൾക്ക് ശേഷം മനഃശാസ്ത്രജ്ഞന്മാരെ വിലയിരുത്തിയിട്ട്, മനുഷ്യവംശാസ്ത്രജ്ഞന്മാരെ വിലയിരുത്തിയിട്ട് പറയുന്നു, അത് ദുഃഖമാണ് സ്ഥായി ഭാവമായിട്ട് നിലകൊള്ളുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ ഈ 2-3 ദിവസങ്ങളായിട്ട് പ്രധാനമായും വാർത്താ ചാനലുകളിൽ നിറഞ്ഞത് ഒരു 13 വയസ്സുകാരി വഴക്കിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. 50 രൂപ കയ്യിലുണ്ട്, ഒരു ബാഗുണ്ട്, മറ്റൊന്നുമില്ല. അവിടെ കാണാനില്ല, പരാതിപ്പെട്ടു, വന്നില്ല. അന്വേഷണങ്ങൾ അങ്ങനെ വ്യാപിച്ച് ചെന്നൈയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒക്കെ പോയി തുടങ്ങി. അവസാനം ഒരു സ്ത്രീ ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടിയുടെ വിവരം കേട്ടിട്ട് ഒരു സ്ത്രീ ഫോട്ടോ എടുത്തത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുട്ടി ദേഷ്യപ്പെട്ടു, നിങ്ങളെന്തിനാണ് എൻ്റെ ഫോട്ടോ എടുത്തത്? അവരൊന്നും സംസാരിക്കാൻ പോയില്ല, കാരണം കയ്യിൽ ആവശ്യമുള്ളത് കൊണ്ട്. അത് കാണിച്ചു. അവിടെ കൊണ്ടുവരാൻ മാതാപിതാക്കളും ഈ നിയമപാലകരും പോയി. സുഖമായൊരു കുട്ടി തിരിച്ചെത്തി. ആ വൈകല്യം, ഈ 13 വയസ്സിൽ പോലും ഈ നാട് വിടുന്ന ഈ പ്രേരണ ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. പുതിയ തലമുറയുടെ ഒരു പ്രത്യേകതയാണത്. 1 പറഞ്ഞ് 2 പറഞ്ഞ് 3-ാം വാക്യത്തിന് വെട്ട് 2 മുറി, വെട്ടൊന്ന് മുറി 2. അങ്ങനെയുള്ള അനുഭവത്തോടുകൂടിയാണ് അവരൊക്കെ വളരുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോഴും ഇഷ്ടംപോലെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാണ് ഒട്ടുമിക്ക മനുഷ്യരുടേത്. ഡാഗ് ഷാമർഹോൾഡ് എന്നൊരു വ്യക്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിരുന്നു. അദ്ദേഹം ഒരു വിമാനാപകടത്തിലാണ് മരിച്ചത്. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളിൽ 2 വാചകം എഴുതി വച്ചിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ മാത്രം കരഞ്ഞു, നിങ്ങളൊക്കെ ചിരിച്ചു. ഞാൻ മരിക്കുമ്പോൾ ഞാൻ ചിരിക്കണം, നിങ്ങളൊക്കെ കരയണം. അത്രയും നന്നായി ജീവിക്കണം. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ മാത്രം കരഞ്ഞു, നിങ്ങൾ ചിരിച്ചു. ഞാൻ മരിക്കുമ്പോൾ ഞാൻ മാത്രം ചിരിക്കണം, നിങ്ങളൊക്കെ കരയണം. അതുപോലുള്ള ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറലായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു. ഡാഗ് ഷാമർഹോൾഡ്, അവരുടെ സ്പെല്ലിംഗ് വ്യത്യാസമുള്ളതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുക. കുടുംബജീവിതത്തിൽ ഈ അനുഭവത്തിന് യേശു ഒരു കവചം ഇട്ടിട്ടുണ്ട്. ആദ്യം 1-ാമത്തെ പീഡാനുഭവ പ്രവചനം, അടുത്ത അധ്യായത്തിൽ ഈ രൂപാന്തരീകരണം, പിന്നത്തെ അധ്യായത്തിൽ വീണ്ടും പീഡാനുഭവത്തിൻ്റെ 2-ാമത്തെ പ്രവചനം. അങ്ങനെ 3 സുവിശേഷകന്മാർ, വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, ഇവർ 3 പേരും 1, 2, 3 പ്രവചനങ്ങൾ വീതം 9 സ്ഥലത്ത് ഈ പീഡാനുഭവ പ്രവചനങ്ങൾ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഇതുപോലെ കാണാൻ സാധിക്കും. സുഖവും ദുഃഖവും ഇടകലർന്നു പോകുന്നു. വിരുന്നുകാരനായി വല്ലപ്പോഴും കയറി വരുന്നതാണ് സുഖം. സ്ഥിരമായി താമസിക്കുന്ന വ്യക്തിയാണ് ദുഃഖം. കുഞ്ഞ്
കരയുവാൻ വേണ്ടിയാണല്ലേ പിറവി ഭൂമിയിൽ. നിനക്കും അറിയാം കഥ. ചെറുപ്രായത്തിൽ തന്നെ അവനറിയാം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാം, ജീവിതം കരയാനുള്ളതാണ്. ഇടയ്ക്കൊന്ന് ചിരിക്കാൻ അവസരം കിട്ടിയെന്ന് വരും വല്ലപ്പോഴൊക്കെ. നമ്മൾ വല്ലപ്പോഴൊക്കെ വിരുന്ന് വെക്കില്ലേ ആർക്കെങ്കിലും വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും തിരുനാൾ വരുമ്പോൾ. ആ തിരുനാൾ വരുന്ന ദിവസം, ഇപ്പോൾ തിരുവോണ സദ്യയാണ് കരുതുക. തിരുവോണ സദ്യയുടെ ഉച്ചയ്ക്ക് വിളമ്പുന്ന നാക്കിലയിലാണ് നമ്മൾ ഈ 10-20 തരം കറികൾ വെച്ച് തൊട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് പോയിട്ട് പപ്പടം, പഴം, പായസം ചേർത്ത് ഈ ഓണസദ്യ ഒരുക്കുന്നത്. അത് വല്ലപ്പോഴും ഒരിക്കൽ, കൊല്ലത്തിലൊരിക്കൽ മാത്രം. അതുപോലെ തന്നെ ഈസ്റ്റർ കൊല്ലത്തിലൊരിക്കൽ മാത്രം. അതുപോലെ തന്നെ ക്രിസ്മസ് കൊല്ലത്തിലൊരിക്കൽ മാത്രം. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്, ചിരിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. കരയുവാനോ അടക്കി പിടിച്ച് ആരുമാറിയാതെ കണ്ണു നിറഞ്ഞ കണ്ണ് കൈകൾ കൊണ്ട് ഒപ്പിയെടുക്കാനായിട്ട് അനേക അനുഭവങ്ങൾ നമുക്കുണ്ടാകും. പരാജയപ്പെടരുത്. ഈശോ പ്രവചിച്ചപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സമയത്ത്, രൂപാന്തരീകരണ സമയത്ത് അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസ് യഥാർത്ഥത്തിൽ യേശു പീഡകൾ സഹിക്കാൻ പോയ സമയത്ത് യേശുവിനെ അറിയില്ല എന്ന് പലവട്ടം ചുരുട്ടത് കൊണ്ട് സുവിശേഷത്തിലൊക്കെ വീണ്ടും വിളിച്ചു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ് കർത്താവേ, നീ എല്ലാം അറിയുന്നു. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, നിൻ്റെ ദൗത്യതാണ്. ഇങ്ങനെ വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ കുടുംബജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ അത് നമ്മൾ കാഴ്ചവസ്തുക്കളായിട്ട് സമർപ്പിക്കുക. വിശുദ്ധാത്മാക്കൾ ഈ ആനന്ദാനുഭൂതികൾ ഉണ്ടാകുന്ന അവസരത്തിൽ ദൈവമേ മതി ആനന്ദാനുഭൂതികൾ മതി. ദുഃഖങ്ങളും സഹനങ്ങളും വരുമ്പോൾ ഇനിയും താ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നു. അത്രമാത്രം വിശുദ്ധി നമുക്ക് നേടാനായിട്ടില്ലെങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന ആശയം അതാണ്. ഇതിൻ്റെ ആദ്യത്തെ ആശയങ്ങളിലേക്ക് പോകുന്നു. തിങ്കളും താരങ്ങളും വെള്ളക്കതിചിഹ്നം തുങ്കമാവാനും ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞിരുന്ന വാഹനം ചിരിക്കുന്നു, പാരൊടി ചിതറുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട്, അച്ചെറുപ്പുണ്ടോപ്പിലായി പനിനീരൊഴിക്കുന്നു. ഇതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്തോ മനഃപ്പാഠമാക്കേണ്ട ഗുണപാഠം. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. നമുക്കും അങ്ങനെ തന്നെ ജീവിതത്തെ കാണാൻ ശ്രമിക്കാം, അനുഗ്രഹം യാചിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.